Hello everyone, my name is Ashik Ilahi, your spoken English trainer at Vakvo Learning LLP. So ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 5 common mistakes. 5 ചെറിയ പൊതുവെയുള്ള മിസ്റ്റേക്സ് നമ്മൾ വരുത്താറുണ്ട് ഇംഗ്ലീഷിലെ. സോ അത് മാറ്റിക്കഴിഞ്ഞാൽ, തിരുത്തി കഴിഞ്ഞാൽ we can make a big difference. നമുക്ക് വലിയൊരു മാറ്റം തന്നെ ഇംഗ്ലീഷിൽ കൊണ്ടുവരാൻ പറ്റും. So let's check it out. So mistake number 1. ഒന്നാമത്തെ മിസ്റ്റേക്ക്. നമ്മൾ പല ആളുകളും I am agree എന്ന് പറയാം. I agree എന്ന് പറയുന്നതിന് പകരം ലൈക്ക് ഐ അഗ്രി വിത്ത് യു, ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അങ്ങനെ പറയുന്നത് ഇംഗ്ലീഷിൽ എന്താ അറിയോ? തെറ്റാണ്. അതിന് ശരിയായിട്ടുള്ള രൂപം കറക്റ്റ് ഫോം ഈസ് ഐ അഗ്രി വിത്ത് യു. ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു? എഗ്രി ചെയ്യുന്നു, സമ്മതിക്കുന്നു. എന്താ കാരണം? അതൊരു റീസൺ ഉണ്ട്. എഗ്രി എന്ന് പറഞ്ഞാൽ എഗ്രി ഇസ് എ വേർബ്, അതൊരു വേർബാണ്. സോ വി ഡോണ്ട് യൂസ് ആം വിത്ത് ഇറ്റ്. ആം ഒന്നും ചെയ്യാൻ പാടില്ല, അതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എഗ്രി ഈസ് ഓൾസോ എ വേർബ്. എഗ്രി എന്താണ്? ഒരു വേർബാണ്. നമ്മൾ പലരും അറിയാതെ പറയുന്നതാണ്. ഐ എം അഗ്രി, യു ആർ അഗ്രി, ഐ അഗ്രി എന്നാണ് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റേക്ക് നമ്പർ 2. നമുക്കറിയാം, ക്യാൻ യു ഗിവ് മീ സം അഡ്വൈസസ്? എനിക്ക് കുറച്ച് അഡ്വൈസ് തരുമോ, ഉപദേശം തരുമോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അത് പറ്റും, ചെറിയൊരു മാറ്റം വരുത്തണം. ക്യാൻ യു ഗിവ് മീ സം അഡ്വൈസ് എന്നാ പറയേണ്ടത്, അഡ്വൈസസ് എന്ന് പറയരുത്. കാരണം എന്താ? ഉപദേശം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ അഡ്വൈസ് എന്ന വാക്ക് അൺകൗണ്ടബിൾ ആണ്. അത് അൺകൗണ്ടബിൾ ആണ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. സോ വി ഡോണ്ട് ആഡ് എസ്. എസ് എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ചേർക്കാൻ പാടില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് അഡ്വൈസസ്, സേ അഡ്വൈസ്. അഡ്വൈസ് എന്ന് മാത്രം പറയാം. ക്യാൻ യു ഗിവ് മീ സം അഡ്വൈസ്? എനിക്ക് കുറച്ച് അഡ്വൈസ് തരണം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാല്, നമ്മൾ പല ആളുകളും മാരേജ് കഴിഞ്ഞതിന് ശേഷം വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ ആളുകളെ പറ്റി പറയുമ്പോൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. ചെറിയൊരു മിസ്റ്റേക്ക് ആണത്, ബട്ട് വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. സോ എന്താന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ ഈസ് മാരീഡ് വിത്ത് ഹിം. അവള് കല്യാണം കഴിച്ചിട്ടുള്ളത് ആരെയാണ്? അവനെയാണ്. അത് പറയുമ്പോൾ ഡോണ്ട് സേ മാരീഡ് വിത്ത് എന്ന് പറയരുത്. സേ ഷീ ഈസ് മാരീഡ് ടു ഹിം. അവള് കല്യാണം കഴിച്ചത് അവനെയാണ്. ഡോണ്ട് സേ മാരീഡ് വിത്ത്. കാരണം മാരീഡ് എന്ന് വെച്ച് പറയില്ല, പകരം എന്താ പറയാ? മാരീഡ് ടു. ഷീ ഈസ് മാരീഡ് ടു ഹിം, അങ്ങനെയാണ് പറയേണ്ടത്. മിസ്റ്റേക്ക് നമ്പർ 4. നാലാമത്തെ മിസ്റ്റേക്ക് നമ്മൾ പല ആളുകളും വരുത്താറുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ ഡിഡ്ന്റ് ന്യൂ ദാറ്റ്. എനിക്കത് അറിയില്ലായിരുന്നു. അതിന്റെ പ്രശ്നം, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡിഡ് വന്നു കഴിഞ്ഞാൽ വെർബിന്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പല ആളുകൾക്കും എന്താണ്, ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. സോ കറക്റ്റ് ഫോം എന്നുള്ളത് ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. എനിക്കത് അറിയില്ലായിരുന്നു. സോ ഡിഡ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിഡ് ഓൾവേസ് യൂസ് ദ ബേസ് ഫോം ഓഫ് ദാറ്റ് വേർഡ്. ആ വേർബിന്റെ ബേസ് ഫോം ഏതാണോ, ബേസ് ആയിട്ടുള്ള ഫോം, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഈഡ് ചേർക്കണ്ട, ING ചേർക്കണ്ട, SO ESO ചേർക്കണ്ട, അതിന്റെ രൂപമാറ്റങ്ങളും വരുത്തണ്ട. ആ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊണ്ടുവച്ചാൽ മതി. അഞ്ചാമത് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, കോമൺലി വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ എക്സാമ്പിൾ പറയാം കേട്ടോ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. ഞാൻ നിന്നെ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. പക്ഷെ there is a mistake in that sentence. ആ സെന്റൻസിൽ എന്തുണ്ട്? ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ടു മീറ്റിംഗ് യു എന്ന് പറയുന്നത്. കാരണം എന്താ? ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വരുന്ന വെർബിന് ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ ആ വെർബിന്റെ ബേസ് ഫോം അല്ല. സോ വി ഹാവ് ടു സേ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇതുപോലെയുള്ള ഡെയിലി യൂസിൽ വരുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് മിസ്റ്റേക്സുകളൊക്കെ തിരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ Vakvo Learning LLP. So thanks for watching. Have a nice day. Bye. Vakvo Learning. Dare to learn differently.